ദേവി ദേവി മുഖദാവിലണഞ്ഞിന്നാരാധന ചെയ്യാനനുമതിയേകീടുക താവകദാസനു മോദാലിതു ജീവിത സുഹൃതം ദേവീ മുഖദാവിലണഞ്ഞിന്നാരാധന ചെയ്യാനനുമതിയേകീടുക താവകദാസനു മോദാലിതു ജീവിത സുഹൃതം ദേവീ ദേവി തേജോമയി ഭദ്രേ കാളി ആജീവന മാർഗനിദാനി തീരാവ്യഥ ദൂരയ കറ്റാൻ ചാരേ വരണം ശ്രീപൂർണേ ദേവി തേജോമയി ഭദ്രേ കാളി ആജീവന മാർഗനിദാനി തീരാവ്യഥ ദൂരയ കറ്റാൻ ചാരേ വരണം ശ്രീപൂർണേ ദേവി ദേവി गणपति देवा नमो नमः शिव पार्वती सुत नमो नमः गणपति देवा नमो नमः शिव पार्वती सुत नमो नमः गजानन गजवदन ओम श्री गणनाथ एवं नित्यं मेले गतिയേറും സത്യം ദേവി മുഖദാവിലണഞ്ഞിന്നാരാധന ചെയ്യാനനുമതിയേകീടുക താവകദാസനു മോദാലിതു ജീവിത സുഹൃതം ദേവി മുഖദാവിലണഞ്ഞിന്നാരാധന ചെയ്യാനനുമതിയേകീടുക താവകദാസനു മോദാലിതു ജീവിത സുഹൃതം ദേവി ഭദ്രകാളി ദേവി ലോകനാഥേ ശ്രീദേവി ശങ്കരനന്ദിനി ഭദ്രേ ഭദ്രേ അരയൻ കാവിലമ്മേ ഐശ്വര്യദായിനി അറിവിൻ നിറകുടമേ ആനന്ദരൂപിണി അരയൻ കാവിലമ്മേ ഐശ്വര്യദായിനി അറിവിൻ നിറകുടമേ ആനന്ദരൂപിണി അറിയാ പൈതലിവർ കാലംബകാരിണി ഹരികത്തണയോ അരയൻ കാവിലമ്മേ ഐശ്വര്യദായിനി അറിവിൻ നിറകുടമേ ആനന്ദരൂപിണി സ്മരഹരനുടെ പ്രിയസുതയുടെ തിരുനടയിലെ ഉത്സവം അടിമുടീനി തൊഴുതുണർന്നാൽ അനുഗ്രഹമായിരം സ്മരഹരനുടെ പ്രിയസുതയുടെ തിരുനടയിലെ ഉത്സവം
അടിമുടീനി തൊഴുതുണർന്നാൽ അനുഗ്രഹമായിരം. അലിവിന്നലകടലേ പകരു അറിവമൃതം, ഈ നാടിൻ പുണ്യമേ പാരിന്നധിപതേ. അരയൻ കാവിലമ്മേ ഐശ്വര്യദായിനി, അറിവിൻ നിറകുടമേ ആനന്ദരൂപിണി. നിരനിരയണി തിമിർത്തുമേളവും ചാടിലേറി ഗരുഡനും, ഭഗവതീനി പുറത്തു വന്നാൽ അതിശയ ദർശനം. നിരനിരയണി തിമിർത്തുമേളവും ചാടിലേറി ഗരുഡനും, ഭഗവതീനി പുറത്തു വന്നാൽ അതിശയ ദർശനം. ഉലകിനുടയവളെ ചൊരിയൂ വരസുഹൃതം, ഭൂലോകപാലികേ ദാരിക നിഗ്രഹേ. അരയൻ കാവിലമ്മേ ഐശ്വര്യദായിനി, അറിവിൻ നിറകുടമേ ആനന്ദരൂപിണി. അരയൻ കാവിലമ്മേ ഐശ്വര്യദായിനി, അറിവിൻ നിറകുടമേ ആനന്ദരൂപിണി. അറിയാ പൈതലിവർ കാലംബകാരിണി, അരികത്തണയുവോർക്കാശ്രയമൊന്നു നീ. അരയൻ കാവിലമ്മേ ഐശ്വര്യദായിനി, അറിവിൻ നിറകുടമേ ആനന്ദരൂപിണി. ഇത് ജലാധിവാസായ ആർക്കും ഇതുപോലെ സമർപ്പിക്കാൻ പറ്റില്ല കേട്ടാ. എല്ലാവരും ഇനിയിപ്പോ നമ്മൾ ദർശനം കഴിഞ്ഞാൽ അപ്പുറത്ത് ക്രിയ തുടങ്ങുകയാണ്. ജലാധിവാസ അവരുടെ പേരും നാളൊക്കെ ഒന്ന് നിങ്ങളുടെ എഴുതി തന്നാലേ നമുക്കതിന് വഴിപാടൊക്കെ ചെയ്യാം. ഇനിയിപ്പോ അങ്ങോട്ട് മാറി ബിംബപരിഗ്രഹം എന്ന് പറഞ്ഞ ക്രിയയുണ്ട്. ബിംബപരിഗ്രഹം എന്ന് വെച്ചാൽ ശില്പിയുടെ മണയിൽ നിന്നുണ്ടായിട്ടുള്ള വൈകല്യങ്ങള് ഓരോ ദ്രവ്യങ്ങൾ കൊണ്ട് അഭിഷേകം ചെയ്ത് അത് വായുവിലേക്ക് ലയിപ്പിക്കുക. അതാണ് ബിംബപരിഗ്രഹം. അത് കഴിഞ്ഞാൽ ജലാധിവാസം. ജലാധിവാസം ചില വരണനെയും ഗംഗയെയും പൂജിച്ച് അതിന്റെ ദേവനെയും പൂജിച്ച് ഒരു പൊയ്കയാക്കി എടുക്കുക. അതിനാണ് ഇരട്ട മത്സ്യം, താമരവളയം, വിഷമൂട് ഒക്കെ എഴുതിയിരിക്കണം. അതിനകത്താണ് കുറ്റുമണ്ണ നാൽപ്പാമര. അപ്പൊ അതിനകത്തേക്ക് പൂജ കഴിഞ്ഞ് ബിംബശുദ്ധി, ബിംബപരിഗ്രഹവും ശുദ്ധിയും കഴിഞ്ഞ് ജലാധിവാസമാണ്. ജലാധിവാസം പ്രധാനമായിട്ടുള്ളത് പിന്നെ ഭദ്രകാളി, ശാസ്താവ്, ഗണപതി, സുബ്രഹ്മണ്യൻ, അതുപോലെ മുത്തപ്പൻ, ദുർഗ, ഇത്രയും ഭാഗങ്ങളെ ജലാധിവാസം വരുന്നുള്ളൂ. മനസ്സിലായോ? ആ അപ്പൊ തുടങ്ങുകയാണേ. അപ്പൊ എല്ലാവരും ശങ്കര തന